ഇതെന്താ സംഭവം? അപ്പൊ എത്ര ടേബിൾ വരെ അസൈൻ ചെയ്യാം? നമ്മൾ കൊടുക്കണ പോലെ അല്ലേ? ഹലോ ഗൈസ്, നമ്മളിന്ന് നോക്കാൻ പോണത് തൃശ്ശൂരിലെ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള പൂരം എക്സ്പോ, അതായത് പൂരം എക്സിബിഷനാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കാൻ പോണത്. നമ്മൾ ഇതിനായിട്ട് നമ്മളിപ്പോൾ നിൽക്കുന്നത് എവിടെയാണെന്നറിയോ? നമ്മുടെ റൗണ്ടിൽ തന്നെയാണ് ഈ പൂരം എക്സിബിഷൻ നടന്നുകൊണ്ടിരിക്കണേ. നമ്മൾ മുന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആദ്യം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വലിയ ഗോപുരം പോലത്തെ സെറ്റിട്ട് വെച്ചേക്കുന്ന സ്ഥലമാണ്. അപ്പം നമ്മളങ്ങനെ കയറി ഇതേ ഫ്രണ്ടിലേക്ക് എത്തിയിട്ടാണ്. കാലത്ത് ഇപ്പോൾ ഏകദേശം ഒരു 11 മണി ആയിട്ടുണ്ട്. അത്യാവശ്യം നല്ല തിരക്ക് തന്നെയാണ്. ഇത് 2023 പൂരം എക്സിബിഷനാണ്. അതാണ് ഫ്രണ്ടിലും കാര്യങ്ങളൊക്കെ എഴുത്ത്. പിന്നെ അത് മാത്രമല്ല, ഓരോ കൊല്ലവും ഓരോ രീതിക്കാട്ടാ ഈ പൂരം എക്സിബിഷൻ്റെ ഫ്രണ്ട് കാര്യങ്ങൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ടാവുക. ഇത് രാത്രി കാണുമ്പോൾ വേറെ രീതിയാണ്. എന്താ വെച്ചാൽ ഫുള്ള് ലൈറ്റപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് കണ്ണ് തന്നെ അടിച്ചു പോകുമ്പോൾ എൻ്റെ ഫ്രണ്ടിൽ തന്നെ നിൽക്കാനുണ്ട്. ഫുള്ള് ലൈറ്റപ്പാണ് എൻ്റെ ഫ്രണ്ടിൽ. അത് നമുക്ക് താഴെ ഇരിക്കുന്ന കുട്ടികൾ നോക്കിയാൽ കാണും. ഇതിലേക്ക് കയറാനായിട്ട് നമുക്ക് ചെറിയ പാസും കാര്യങ്ങളും എടുക്കണം. പാസ് എടുക്കാനായിട്ട് നമ്മുടെ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ക്യൂ ഉണ്ടോ? ചെറിയ ക്യൂ ആണ്. അത്യാവശ്യം നല്ല വെയിൽ തന്നെ ഉണ്ടെങ്കിലും നല്ല ചൂടാട്ടോ, പൊരിഞ്ഞ ചൂടാണ്. നിൽക്കാൻ പറ്റില്ല നമുക്ക് പുറത്ത്. അകത്ത് കയറി കഴിഞ്ഞാൽ എന്താ അവസ്ഥ എന്ന് നമുക്കറിയില്ല. 35 രൂപയാട്ടോ നമുക്ക് ടിക്കറ്റ് എടുക്കാനായിട്ട്. മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട് 35 രൂപയാണ്. നമുക്ക് ടിക്കറ്റ് എടുത്തിട്ടുള്ള ബാക്കിയുള്ള വിശേഷം കാര്യങ്ങൾ നോക്കാം. ഞാൻ ഒരാളാണ് ടിക്കറ്റ് എടുക്കുന്നത്, വേറെ ആരുമായിട്ടല്ല ഞാനിപ്പോൾ യാത്ര ചെയ്യുന്നത്. നമുക്ക് ടിക്കറ്റ് കിട്ടിയിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതും കൊണ്ടിട്ട് അകത്ത് നമുക്ക് പോകണം. 35 രൂപയ്ക്ക് ഇത് വലിയ നഷ്ടമൊന്നും അല്ലാട്ടെ. ഇതിൻ്റെ അകത്ത് ഒരുപാട് കാര്യങ്ങൾ കളിക്കാനുണ്ട്, ചിരിക്കാനുണ്ട്, കാണാനുണ്ട്, വിസ്മയങ്ങളുണ്ട്, റോബോട്ടിക്സ് ഉണ്ട്, അതുപോലെ തന്നെ കഴിക്കാനുണ്ട്, അതുപോലെ തന്നെ കലാപരിപാടികളുണ്ട്. ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ ഈ ഒരു എക്സിബിഷനിൽ. ഇത് പൂരം സമയത്തും അതുപോലെ തന്നെ നമ്മുടെ പിള്ളേർക്ക് സ്കൂളിൻ്റെ ലീവ് കിട്ടുന്ന സമയത്തും മാത്രമാണ് ഈ സംഭവം എക്സിബിഷൻ വരുള്ളൂ. നമ്മൾ അകത്തേക്ക് കയറിയിട്ടപ്പോൾ കൂടെ അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ ഒരു വലിയ ഫൗണ്ടൻ കാണാം ഇവിടെ. പക്ഷെ ഇത് രാത്രി മാത്രമായിട്ട് വർക്ക് ചെയ്യുള്ളൂ, ലൈറ്റൊക്കെ ഇട്ടിട്ട്. ഇപ്പോൾ ചൂടായതുകൊണ്ട് അങ്ങനെയൊന്നും കാണാനൊന്നുമില്ല വർക്കിങ് കാര്യങ്ങളും. നമ്മൾ ഈ ലെഫ്റ്റ് സൈഡിൽ കൂടെ അകത്തേക്ക് കയറുമ്പോൾ ഇവിടെ കുറേ സ്മൈലുകളൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ. ആർക്ക് വേണേലും ഇത് മേടിക്കാം. പുതിയ സാധനമാണ്. ഇച്ചിരി പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, ആൾക്കാർ നടന്നിട്ട്, എന്നാലും കുഴപ്പമില്ലാത്ത രീതിക്കുള്ള ഐറ്റംസാണ്. പിന്നെ കയറി ചെല്ലുമ്പോൾ നമുക്ക് ഇവിടെ ക്ലോത്ത്സിൻ്റെ ഐറ്റംസാണ്. വീട്ടിലേക്ക് വേണ്ട ബെഡ്ഷീറ്റുകൾ, അതുപോലെ തന്നെ പില്ലോ കവർ, ഇതൊക്കെയാണ് നമ്മൾ കയറി വരുമ്പോൾ കാണുന്നത്. കാലത്ത് തന്നെ തിരക്ക് തുടങ്ങിയിട്ടുണ്ട്. കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. അത്യാവശ്യം നമ്മൾ ക്യൂ നിന്നിട്ട് വേണം ഉള്ളിലേക്ക് യാത്ര ചെയ്ത് പോകാനായിട്ട്. അല്ലാണ്ട് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് സഞ്ചരിക്കാനൊന്നും പറ്റില്ല കാലത്ത് മുതൽ. ഇനി പൂരമാണ് വരുന്നത്. പൂരം വന്നു കഴിഞ്ഞാൽ അറിയാലോ, പല നാട്ടിൽ നിന്നുള്ള ആൾക്കാരും ഈ എക്സിബിഷനിൽ കയറി ഫുള്ള് റഷായിരിക്കും. നമ്മൾ ആ ഒരു ഫ്ലോനനുസരിച്ചിട്ട് മാത്രം നീങ്ങാൻ പറ്റുള്ളൂ. ഇതിനൊക്കെ വലിയ വില കുറവാട്ടാ. നമുക്ക് പൂരം എക്സിബിഷന് മേടിക്കാൻ ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ കുറേ സാധനങ്ങൾ മേടിക്കാനും കാര്യങ്ങളൊക്കെ നമുക്ക് പറ്റും. പക്ഷെ സൂക്ഷിച്ചും കണ്ടൊക്കെ മേടിക്കണം. ചിലതിന് ഓവർ പ്രൈസ്ഡും ആണ്. നമ്മൾ അറിയാത്ത കാര്യങ്ങൾക്ക് പ്രൈസും കൂടുതലാണ്. കൂടുതലും തുണിക്കടകളും അതുപോലെ തന്നെ ഫാൻസി ഐറ്റംസാണ് കയറി ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ പറ്റുക. പിന്നെ കിച്ചൺ അപ്ലയൻസസും ഉണ്ട് ഇവിടെ. നമുക്ക് കിച്ചണിൽ അരിയേണ്ട ഐറ്റംസും കാര്യങ്ങളാണ് നമുക്ക് കാണാൻ പറ്റുക. ആ ചേട്ടൻ കിച്ചണിൽ കണ്ട അരിഞ്ഞു വെച്ചിരിക്കുന്ന ഐറ്റംസ് കാണും. ഇത് ഒട്ടുമിക്ക ആൾക്കാരുടെ വീട്ടിലുണ്ടാവും ഈ ഐറ്റം. നമുക്ക് ഇലക്ട്രിസിറ്റി കാര്യങ്ങൾ യൂസ് ചെയ്യാണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. ഇനി നമുക്ക് ഫ്രണ്ടിലേക്ക് നടക്കാം. ഒരുപാട് വെറൈറ്റി ഗ്ലാസ്സുകളും അതുപോലെ തന്നെ തൊപ്പികളൊക്കെ ഇവിടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ മുന്നിലേക്ക് നടന്നുകൊണ്ടിരുന്നത് കണ്ട അടിപൊളി ഭരണികളൊക്കെ ഉണ്ട്. നമുക്ക് ഉപ്പിലിട്ട ഐറ്റംസ് വെക്കാനായിട്ടും അതുപോലെ വൈനൊക്കെ ഇട്ട് വെക്കാൻ പറ്റിയുള്ള ഐറ്റംസും കുറേ കപ്പ് കളക്ഷൻസ്, ഒരുപാട് കപ്പ് ഐറ്റംസ് ഉണ്ട് കേട്ടോ ഇവിടെ. പല ടൈപ്പ്, പല മോഡൽസ്, പല കളറിലുണ്ട് കേട്ടോ. ഇതൊക്കെ എങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കണെന്ന് കാണുമ്പോൾ തന്നെ ഒരു ആശ്ചര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്താ വെച്ചാൽ ഒരെണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ആ നേരം മൊത്തം പൊട്ടി വീഴും. ഫ്രണ്ടിലേക്ക് നടക്കുമ്പോൾ പിള്ളേരുടെ കളി കണ്ട ഐറ്റംസ്, ചെറിയ ടോയ്സും കാര്യങ്ങളാണ് പിന്നെയും വന്നേക്കുന്നത്. പിന്നെ അതേപോലെ ലേഡീസ് ഐറ്റംസും കാര്യങ്ങളും ഇവിടെ ഉണ്ട്. നമ്മൾ തിരക്ക് കൂടുന്നതിനനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കട്ടെ. തിരക്ക് കൂടിക്കഴിഞ്ഞാൽ പിന്നെ ആ വരിയിൽ നമുക്ക് പെടേണ്ടി വരും. പിന്നെ ആ വരിയിലേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. ഇനി ലേഡീസ് ബാഗും കാര്യങ്ങളൊക്കെയാണ് അടുത്തത് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഒരു വമ്പൻ കളക്ഷൻ തന്നെ ഉണ്ട് കേട്ടോ ഈ കടയിൽ.
ഇപ്പോൾ ബാഗോ കാര്യങ്ങളോ മേടിക്കാൻ വരുന്നവർ ഇവിടെ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത മോഡൽസും കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിയപ്പോൾ കണ്ടിട്ടുണ്ട്. ഇതിലും കൂടുതൽ ഐറ്റംസൊക്കെ ഉണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് നമ്മുടെ സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ള ബാഗും കാര്യങ്ങളൊക്കെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുക. അന്ന് അത്ര വലിയ ട്രെൻഡിയസ്റ്റ് ആയിട്ടുള്ള ബാഗുകളും കാര്യങ്ങളും ഞാൻ നോക്കിയപ്പോൾ ഇവിടെ കണ്ടിട്ടുമില്ല. ഒരു സാധാരണക്കാരൻ്റെ വീട്ടിലേക്ക് നമുക്ക് കറക്റ്റ് കംഫർട്ടബിളായിട്ട് മേടിക്കാനുള്ള, അതുപോലെ കുഞ്ഞു പിള്ളേർക്ക് വേണ്ടിയുള്ള ബാഗും കാര്യങ്ങളൊക്കെ കളക്ഷൻസും ഉണ്ട് ഇവിടെ. പിന്നെ ഒരുപാട് വെറൈറ്റി ടൈപ്പ് ചപ്പൽസിൻ്റെ ഷോപ്പാണ് അടുത്ത് നമ്മൾ കാണുന്നത്. ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. പക്ഷെ ഇതിൻ്റെയൊക്കെ വില ഇത്തിരി കൂടുതലാട്ടോ, അല്പം കൂടുതലാണ്. നോക്കി കണ്ടൊക്കെ എടുത്തില്ലെങ്കിൽ അത് ഇത്തിരി പ്രശ്നമാവും. ഒരുപാട് കളക്ഷൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരുപാട് കളക്ഷൻ ഉണ്ട്. നമ്മുടെ മനസ്സിന് ഇഷ്ടപ്പെടുന്ന സാധനം ഇവിടെ എങ്ങനെ പോലും ഉണ്ടാവും ഇതിൻ്റെ അകത്ത്. നമ്മളങ്ങനെ നടന്ന് പിന്നെ അടുത്തത് ചോക്ലേറ്റ് ഷോപ്പിലേക്ക് എത്തിയേക്കാണ്. ഇവിടെ നമ്മുടെ പൂരത്തിന് കിട്ടുന്ന പല ടൈപ്പ് ചോക്ലേറ്റ്സും കാണാം. പിന്നെ ഒരു വെറൈറ്റി ഗോൾഡ് മിഠായും കണ്ടു ഞാനിവിടെ. നല്ല രസമുണ്ട് കാണാനായിട്ട്. ഞാൻ എടുത്തൊന്നുമില്ല, ഒന്നും മേടിച്ചിട്ടൊന്നുമില്ല. 30 രൂപ കണ്ട ഇത് വെച്ചാണ്. ഇവിടെ നമ്മുടെ തേൻ മിഠായും കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ. അതുപോലെ കടല മിഠായി, ഒരുപാട് വെറൈറ്റി മിഠായികൾ, നമ്മൾ കഴിക്കാത്ത ടൈപ്പ് രാജസ്ഥാനി മിഠായികൾ വരെ ഇവിടെ കിട്ടും കേട്ടോ. പിന്നെ കൂളർ ഷോപ്പ് ഉണ്ടായിരുന്നു നമ്മളവിടെ നോക്കിയപ്പോൾ. പിന്നെയും ഇതേപോലെ തന്നെ ലേഡീസ് ഐറ്റംസും കാര്യങ്ങളും വിൽക്കുന്ന ഷോപ്പ്, സ്റ്റിക്കറുകൾ പിള്ളേർക്ക് കളിക്കാനുള്ളത്, എല്ലാം പിള്ളേരെ ബേസ് ചെയ്തിട്ടുള്ള ഐറ്റംസ് ആട്ടോ അവിടെ വരുന്നത്. നമ്മൾ മുന്നിലേക്ക് നടക്കുമ്പോൾ നമ്മുടെ സോഫയ്ക്ക് ഇടാനായിട്ടുള്ള മാറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. സോഫയുടെ ബാക്കിൽ ബാക്ക് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഒരുക്കാനുള്ള ആ ഒരു സംഭവം വരുന്നുണ്ട്. കർട്ടൻസ് വരുന്നുണ്ട്. കൂടുതലും തുണിയാണ് നമുക്ക് കാണാൻ പറ്റിയിട്ടുള്ളത്. നമുക്ക് സാധാരണക്കാരുടെ ഡ്രസ്സും കാര്യങ്ങളും എല്ലാം അവിടെ വരുന്നുണ്ട് കേട്ടോ. പിന്നെ ചില കടകളിൽ ഓഫറും കാര്യങ്ങളും ഇപ്പോഴേ തുടങ്ങിയിട്ടുണ്ട്. എല്ലാ കടകളിലും അല്ല, നമ്മൾ നോക്കി കണ്ട് ഒരു വട്ടം നമ്മൾ ഫുള്ള് റൗണ്ട് ചെയ്താൽ മാത്രമാണ് ഓഫറുകളെ കുറിച്ച് നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. This one is handloom fabric, Bihar model, Aganpur. പിന്നെ മുന്നിലേക്ക് നടന്നു വരുമ്പോൾ നമുക്ക് ഇലക്ട്രോണിക് ഐറ്റംസിൻ്റെ കടകൾ വരുന്നുണ്ട്, വാക്യൂം ക്ലീനേഴ്സ് കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ മുന്നിലേക്ക് നടക്കുമ്പോൾ ടേബിൾ ഷീറ്റുകൾ, നമ്മുടെ എല്ലാവരും വീട്ടിലെ ടേബിൾ ഷീറ്റുകൾ ഒരുപാട് വെറൈറ്റിയും കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് ഈ കടയിലേക്ക് വന്നാൽ മതി. ഇവിടെ ചെറുതായിട്ട് ഓഫറുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളൊരു ഗ്ലാസ് കട കണ്ടു കേട്ടോ. നമ്മുടെ ഇപ്പോഴത്തെ പിള്ളേരും കാര്യങ്ങളൊക്കെ വയ്ക്കുന്ന ന്യൂ ജനറേഷൻ ഗ്ലാസും കാര്യങ്ങളൊക്കെ ഈ കടയിൽ തൊപ്പികളുണ്ട്. പിന്നെ ഒരുപാട് വെറൈറ്റി നമ്മുടെ പേഴ്സുകളും അതേപോലെ തന്നെ നമ്മുടെ കൈമ കിട്ടുന്ന വാച്ചുകളും ഉണ്ട് കേട്ടോ. ബ്രാൻഡഡ് ഒന്നും അല്ലെങ്കിലും നമുക്ക് കുറച്ച് നാളത്തേക്ക് അല്ലെങ്കിൽ ഒരു കൊല്ലത്തെങ്കിലും സിമ്പിളായിട്ട് ബാറ്ററി ഇട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന വില കുറവുള്ള വാച്ചുകളും കാര്യങ്ങളാണ് നമുക്കിവിടെ. പിന്നെ നാടൻ മരുന്നുകൾ വെക്കുന്ന മരുന്ന് കട ഇവിടെ കണ്ടായിരുന്നു കേട്ടോ. അതൊരുപാട് ചെറിയ രോഗങ്ങൾക്ക് സിമ്പിളായിട്ട് ചികിത്സിക്കാൻ പറ്റിയുള്ള ഐറ്റംസ് ഉണ്ട് ഇവിടെ കടയിൽ. അതൊരു വെറൈറ്റി എക്സ്പീരിയൻസ് ആണ് കേട്ടോ. നമ്മൾ ഒരുപാട് തുമ്മൽ, ജലദോഷം, അലർജി, അതേപോലെ തന്നെ പൈൽസ്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ ചപ്പാത്തി മേക്കറിൻ്റെ കട ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ടെമ്പററി ടാറ്റു ചെയ്യുന്നൊരു കട കേട്ടോ. പിന്നെ ഒരുപാട് പൊട്ടുകളും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ടൂൾസ്, വീട്ടിലേക്ക് കിച്ചണിൽ വേണ്ടിയിട്ടുള്ള നമ്മുടെ നൈഫ്, കത്തിയും കാര്യങ്ങളും വെക്കുന്നുണ്ട്. അത് നമുക്ക് അടുത്ത കടയിൽ കാണാം. പിന്നെ നമ്മുടെ വീട്ടിൽ ഓടി നടക്കുന്ന ചെറിയ ഇഴജന്തുക്കളില്ലേ, അവരെ പിടിക്കാനായിട്ടുള്ള ആ വിഷങ്ങൾ, അതാണ് അടുത്ത കടയിൽ നമ്മൾ കാണുന്നത്. ഭയങ്കര തിരക്ക് കൂടി വരുന്നുണ്ട്. നമുക്ക് വരിയിൽ നീങ്ങാൻ പറ്റുന്നില്ല. തിരിച്ച് ഭയങ്കര തിരക്കുള്ളൊരു സമയമാണ് ഇപ്പോൾ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ചൂടും പിടിക്കാൻ നടക്കും. പിന്നെ നമ്മൾ പുറമേ കുട്ടിയെ കളറിംഗ് ബുക്കുകൾ വാങ്ങിച്ചു കൊടുക്കാറുണ്ട് അല്ലേ? സ്കെച്ച് പേന എടുത്തു കഴിഞ്ഞാൽ കുട്ടിയുടെ കയ്യിലും വായിലും ഭിത്തിയിലൊക്കെ പറയും, നമ്മൾ വഴക്ക് പറയും.
നമ്മളതിനകത്തൊരു പേന തരും. അതിനകത്ത് മഷിക്ക് പകരം നിങ്ങൾ വെള്ളം നിറയ്ക്കുക, പച്ചവെള്ളം, എന്നിട്ട് കളർ ചെയ്ത് കൊടുക്കുക. വെള്ളം തീരുമ്പോൾ വെള്ളം നിറഞ്ഞിട്ട് 10 രൂപ ഓട്ടോമാറ്റിക് മാഞ്ഞു പോകും. പിന്നെയും വമ്പൻ കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടായിരുന്നു കേട്ടോ. പിള്ളേർക്ക് കളിക്കാനുള്ള ടോയ്സിൻ്റെ പല കടയിലും പല വിലകളാണ് കേട്ടോ. അത് ബാഗ് ഐറ്റംസ് ഉണ്ട്, ടോയ്സ് ഐറ്റംസ് ഉണ്ട്, വാച്ച് ഐറ്റംസ് ഉണ്ട്, ഫാൻസി ഐറ്റംസ് വരുന്നുണ്ട്. പിന്നെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെല്ലാവർക്കും ഒരു മനസ്സിലുള്ള ഒരു ആകാംക്ഷ എന്താണെന്ന് പറയുക, നടക്കും തോറും പോപ്കോണും അതേപോലെ തന്നെ മുളക് ബജിയും കഴിക്കലാണ് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ഈ ഒരു എക്സിബിഷൻ്റെ. ഇതിലത്തെ എക്സിബിഷൻ്റെ മുളക് ബജി എന്ന് പറഞ്ഞാൽ വമ്പൻ ടേസ്റ്റാണ്. നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് വേറെ എവിടെ നിന്നും കഴിച്ച് കഴിഞ്ഞാലും മനസ്സിന് അത്രയ്ക്കൊരു സമാധാനമായിട്ട് നമുക്ക് കിട്ടില്ല. പക്ഷേ ഈ എക്സിബിഷന് വരുന്ന ആൾക്കാർ, ഒട്ടുമിക്ക ആൾക്കാരും തേടി വരുന്നത് മുളക് ബജിയുടെ ടേസ്റ്റുകൾ നോക്കിയിട്ടാണ്. പിന്നെ നമുക്ക് പല വിധത്തിലുള്ള ഗുജറാത്തി മിക്സറുകൾ വിൽക്കുന്ന കടകൾ നമ്മൾ കണ്ടിരുന്നു. അതിനൊക്കെ ഓരോന്നിനും ഓരോ ടൈപ്പ് റേറ്റുകൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ കിച്ചൺ ടൂൾസും കാര്യങ്ങളും വിൽക്കുന്ന ഐറ്റംസുള്ള കടകൾ മുന്നിൽ കൂടെയാണ് പാസ് ചെയ്യുന്നത്. ഒരുപാട് കിച്ചണിലേക്ക് വേണ്ട ഐറ്റംസും കാര്യങ്ങളും ഇവിടെ കിട്ടും. മുന്നിലേക്ക് നടന്നുകൊണ്ടിരുന്നു. പിള്ളേർക്ക് കളിക്കാനുള്ള ടോയ്സും അതുപോലെ തന്നെ ചോക്ലേറ്റ്സും ഉണ്ട് കേട്ടോ ഇവിടെ ഈ കടയിൽ സൈഡിലായിട്ട്. കണ്ട ചോക്ലേറ്റ്സ്, ഇത് നേരത്തെ കണ്ട ചോക്ലേറ്റ് കടയുടെ ഒരു വേറൊരു പര്യായം തന്നെയാണ് കേട്ടോ. പിന്നെ മാജിക് കട, ഇതെല്ലാ കൊല്ലം കാണുന്ന ഒരു കടയാട്ടോ ഈ കട. പക്ഷെ ഇവിടെ നമുക്ക് ചേട്ടനെ കണ്ടില്ല, മാജിക് കാണിച്ചായിരുന്നു ചേട്ടനെ കണ്ടില്ല, അല്ലെങ്കിൽ അവിടെ നിൽക്കായിരുന്നു. പിന്നെ ഹലുവ വെക്കുന്ന, കോഴിക്കോടൻ ഹലുവ വെക്കുന്ന ഒരു കട നമ്മൾ കണ്ടായിരുന്നു. പിന്നെ നമ്മൾ സ്പീഡിൽ നടന്നു അടുത്തൊരു സ്ഥലത്തേക്ക് എത്താനായിട്ട്. ഇതൊക്കെ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള ഒരു ഭാഗം തന്നെയാണ് ഇവിടെയും കാണാൻ പറ്റിയത്. പിന്നെ ഐസ്ക്രീം വെക്കുന്ന ഷോപ്പ്, കൂൾ ഡ്രിങ്ക്സ് വെക്കുന്ന ഷോപ്പ് കൂടി പിന്നെ നമ്മൾ കൂത്താമ്പള്ളി കൈത്തറി ഐറ്റംസ് വിൽക്കുന്ന അവിടെ സാരികളും ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. മുണ്ട്, ഷർട്ട് പീസുകൾ എല്ലാം നമ്മൾ കണ്ടായിരുന്നു. വില അല്പം കൂടുതലാണെങ്കിലും നല്ല പെട പീസുകളും കാര്യങ്ങളും നമുക്ക് ഇവിടുന്ന് കിട്ടും കേട്ടോ. കണ്ട സാരികളിൽ തന്നെ നല്ല വെറൈറ്റി കളേഴ്സും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ അവൈലബിൾ. ഇതിൻ്റെ മുന്നിലേക്ക് നടക്കുമ്പോൾ പിന്നെയും കിച്ചൺ അപ്ലയൻസസ് നമുക്കിവിടെ കിട്ടും കാര്യങ്ങളുണ്ട്. പിന്നെ ഒരു ഡ്രസ്സ് കട നമ്മൾ കണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട് കേട്ടോ. ഒരുപാട് റിപ്പീറ്റേഷൻ ചെയ്തുള്ള കടകളും ഉണ്ടാവും. എന്നാൽ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് കംഫർട്ടബിൾ ആയിട്ട് മേടിക്കാനും പറ്റും. ഇനി ജ്യൂസ് കുടിക്കാം. പൈനാപ്പിൾ, മാംഗോ, ഓയിൽ മിൽക്ക്, വിദ്യാഭ്യാസത്തിലും തൊഴിലിലും വിനോദത്തിലും റോബോട്ടുകൾ ഒരുക്കാൻ പോകുന്ന സാധ്യതകളെ ഹലോ തൃശ്ശൂരിലെ ഏറ്റവും മികച്ച മെഗാ ഹോൾസെയിൽ ജ്വല്ലറി സാധനങ്ങൾ
1 ഗ്രാം മുതലുള്ള എല്ലാ 916 സ്വർണ്ണാഭരണങ്ങൾക്കും ഡയമണ്ട് ആഭരണങ്ങൾക്കും ഹോൾസെയിൽ പണിക്കൂലി മാത്രം. ആഭരണങ്ങളുടെ പണിക്കൂലിയെക്കുറിച്ച് ആശങ്ക വേണ്ട. കൂടെയുണ്ട് TJM Gold and Diamonds. TJM Gold and Diamonds. തൃശ്ശൂർ. അടിപൊളി വെറൈറ്റി അച്ചാറുകൾ കിട്ടുന്ന കടയിൽ നമ്മൾ കണ്ടായിരുന്നു കേട്ടോ. ഇത് പറഞ്ഞാൽ രുചിച്ച് നോക്കി, നല്ല എരിവ് നല്ല ടേസ്റ്റിലാട്ടോ അത് സെറ്റ് ചെയ്ത് വെച്ചാൽ. മെയിനായിട്ട് ഇത് ഹിന്ദിക്കാരായിട്ട് ഉണ്ടാക്കുന്നത്. അതിൻ്റെ ഒരു എരിവും പുളിയൊക്കെ ഉണ്ട്. കണ്ടിട്ട് സൈക്കിളില്ല കേട്ടോ. വായിൽ നമുക്ക് അവിടെ നിൽക്കുമ്പോൾ തന്നെ ടേസ്റ്റ് നമ്മുടെ വായിലേക്ക് കിട്ടും. പിന്നെ ഫ്രണ്ടിലേക്ക് നടക്കുമ്പോൾ നമ്മുടെ ചേച്ചിമാര് നമ്മുടെ ഡ്രസ്സിന്റെ കറകളും പൂവുള്ള കാര്യങ്ങളൊക്കെ കിട്ടുന്ന കടകളുണ്ടായിരുന്നു. പിന്നെ ഫ്രണ്ടിലേക്ക് പോകുന്തോറും നമ്മുടെ ലക്ഷ്യം അറിയാമല്ലോ, മുളക് ബജി ലക്ഷ്യം വെച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. പക്ഷേ അത് ആശ്ചര്യം എന്നെ ചെറുതായിട്ടൊരു നിരാശയാക്കി. അവിടെ പോയപ്പോൾ മുളക് ബജിയുടെ കടകളും കാര്യങ്ങളും തുറന്നിട്ടുണ്ടായിരുന്നു. സാമൂഹ്യ സാമ്പത്തിക സേവനങ്ങൾ ലോൺ വ്യവസ്ഥയോട് കൂടി വീട് നിർമ്മിക്കുന്നതിനുള്ള ജീവനക്കാർ എക്സ്ക്ലൂസീവ് സ്റ്റോർ കോൺഫിഡൻഷ്യൽ തൃശ്ശൂർ. ലോകോത്തര ബ്രാൻഡായ ഡെല്ലിന്റെ തൃശ്ശൂർ കോൺഫിഡൻഷ്യൽ ഡെൽ സ്റ്റോറിൽ നിന്നും ഡെൽ ലാപ്ടോപ്പുകൾ, ഡെസ്ക്ടോപ്പുകൾ, ഓൾ ആക്സസറീസ് എന്നിവ ഇനി മികച്ചോടുകൂടി സ്വന്തമാക്കാം. എല്ലാം ഒരുപാട് ഉപകാരമുള്ള വെറൈറ്റി സാധനങ്ങൾ. മാജിക് ചവിട്ടി, സാധാ ചവിട്ടി, എല്ലാം മാജിക് ചവിട്ടി. നമ്മുടെ കാലിൻ്റെ അടിയിലത്തെ വെള്ളം ഫുള്ളായിട്ട് വലിച്ചു കൊടുത്തോളൂ. തുണി ചവിട്ടി പോലെ ഉരയ്ക്കേണ്ട ആവശ്യമില്ല. അതേപോലെ ഇതിൻ്റെ അടിയിലത്തെ ഗ്രിപ്പ് കണ്ട ടൈൽസിൽ അങ്ങോട്ട് അങ്ങോട്ട് തെന്നി പോരാടാ. നല്ല ഡിസൈൻസിൻ്റെ നോക്കിയിട്ട് വീട് ഭംഗിയായിരിക്കും, വൃത്തിയായിട്ടായിരിക്കും. Presented by Bangalore World and Resorts India Private Limited. Your attention please. This is an important announcement. All the visitors should be careful while carrying your purse and gold in the exhibition rings. Pay special attention to your little ones during the rush hours. നമ്മളതിൻ്റെ പുറത്തേക്ക് എത്തിയിട്ടുണ്ട്. അവിടെ വലിയൊരു അക്വ എക്സ്പോ നടക്കുന്നുണ്ട്. അതിൽ കയറാനായിട്ട് അണ്ടർ ടണലിൽ കൂടെയാണ് പോകുന്നത്. കയറാനായിട്ട് പാസും കാര്യങ്ങളൊക്കെ നമ്മൾ അതിൻ്റെ അകത്ത് കയറിയില്ല. നമ്മൾ മുന്നിലേക്ക് നടന്നു. നമ്മളിതിൻ്റെ അകത്തൊരു റോബോട്ടിക് എക്സ്പോ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നു. അതിൻ്റെ അകത്ത് ഒരുപാട് കാര്യങ്ങളും വെറൈറ്റിയും കാര്യങ്ങളും ഉണ്ടെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ അതും കൂടെ ഒന്ന് ലക്ഷ്യം വെച്ചിട്ട് അതിലേക്ക് കയറാനാണ് കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നത്. ഇതൊക്കെ നമുക്ക് എല്ലാ കൊല്ലം ഉള്ള പോലത്തെ ഒരു വെറൈറ്റിയും കാര്യങ്ങളാണ്. ഇവിടെ നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ കരിക്കിൻ്റെ ഒരു ഷോപ്പാട്ടാ. അതേപോലെ തന്നെ നമ്മുടെ റൈറ്റ് സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാണ്ടല്ലോ
അവിടെ കളിക്കുന്ന ഒരുപാട് വെറൈറ്റി കളിക്കുന്ന ഗെയിംസ് ഉണ്ട്. ലെഫ്റ്റ് സൈഡിൽ നോക്കിയപ്പോഴാണ് നമ്മുടെ ചില്ലി ഗോബി ഐറ്റംസും കാര്യങ്ങളും അതുപോലെ മുളക് ബജി ഉള്ളത്. പക്ഷേ ഭാഗ്യമില്ല എന്ന് പറഞ്ഞോട്ടെ, ഇവിടെ കാലത്തായതുകൊണ്ട് തന്നെ ചേട്ടന്മാർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് നമുക്ക് കഴിക്കാൻ പറ്റിയില്ല. അല്ലെങ്കിൽ ഭയങ്കര തിരക്കാട്ടത്. ഇത് തുടങ്ങി കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റും കാര്യങ്ങളാണ് കഴിക്കാനായിട്ട്. ഇതവർ ജസ്റ്റ് ഉണ്ടാക്കി തുടങ്ങിയുള്ളൂ. ഭാഗ്യം കിട്ടിയില്ല, മുന്നിലേക്ക് നടന്നിട്ടില്ല. അവിടെ കളിക്കാനായിട്ടുള്ള കാര്യങ്ങളും റൈറ്റ് സൈഡിൽ കാണാം. ജൈൻറ്റ് വീലുണ്ട്, അതുപോലെ ഹൈറ്റിലേക്ക് ഉയരുന്ന ടൈപ്പുള്ള പല ടൈപ്പുള്ള കളിക്കാനുള്ള കാര്യങ്ങളുണ്ട്. അതിനൊക്കെ നമുക്ക് പേ ചെയ്യാനുണ്ട് എക്സ്ട്രാ. ഇതിനും പോവാം. പിന്നെ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ബേൽപൂരി കടയുണ്ട്, അതുപോലെ പല ടൈപ്പുള്ള ദോശ കിട്ടുന്ന കടയുണ്ട്. അതൊക്കെ ഓപ്പണായി വരുന്നുള്ളൂ കാലത്തായതുകൊണ്ട് തന്നെ. പിന്നെ കൂൾ ഡ്രിങ്ക്സ് കിട്ടുന്ന കടയുണ്ട്. അങ്ങനെ ഒരുപാട് വെറൈറ്റി എക്സ്പീരിയൻസും കാര്യങ്ങളും നമുക്ക് കിട്ടും. മെയിനായിട്ട് ഇത് വരേണ്ട സമയം എപ്പോഴാണെന്ന് അറിയാം. 4 മണിക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ഇതൊക്കെ എല്ലാം ഫങ്ഷനാവും ചെയ്യും. നമുക്ക് എല്ലാ ഫുഡും കാര്യങ്ങളും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. പിന്നെ തിരക്കൊഴിഞ്ഞിട്ട് വരണമെങ്കിൽ ഉച്ചയ്ക്ക് അല്ലെങ്കിൽ കാലത്ത് വരാൻ നല്ലത്. അപ്പോൾ ഫുഡ് ഐറ്റംസും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് കുറവായിരിക്കും. ശ്രദ്ധിക്കുക. കണ്ടുപിടിഞ്ഞവർ മുന്നോട്ട് നീക്കിക്കൊണ്ട് മറ്റുള്ളവർക്ക് കൂടി പ്രദർശനം കാണുന്നതിനുള്ള സൗകര്യമൊരുക്കണം. പ്രദർശനം കാണുന്നതിന് ജനങ്ങൾ ആവശ്യമായി പാലിക്കേണ്ടത് അറിയാതെ പോലും കൈകൊടുക്കുന്ന അഭ്യർത്ഥന സംഘടനമാണ് ഈ പ്രദർശനത്തിൽ വിശ്വാസത്തിൽ വിടരും സൗരഭം. നമുക്ക് നമ്മുടെ സ്വപ്നങ്ങളെല്ലാം മാറ്റി വെക്കാൻ പറ്റും.
നമ്മുടെ കിസാൻ ബാങ്കിന്റെ ഗോൾഡ് ലോൺ. ഓൺലൈൻ വിലയുള്ള സ്വപ്നങ്ങൾക്ക് മനസ്സറിയുന്ന ഗോൾഡ് ലോൺ. പ്രതീക്ഷകൾക്ക് കൈത്താങ്ങായി ഇനി വേണൂസിൽ ഇനി എല്ലാം ഈസിയാണ്. തൃശ്ശൂരിന്റെ സ്വന്തം വേണൂസ് ഡിജിറ്റൽ ആർക്കേഡിൽ നിന്നും ഗൃഹോപകരണങ്ങൾ, ഡിജിറ്റൽ ഉൽപ്പന്നങ്ങൾ തുടങ്ങിയവയുടെ വർദ്ധിച്ച ശേഖരത്തിൽ നിന്നും മികച്ച ഓഫറുകളോടുകൂടി നിങ്ങൾക്ക് സ്വന്തമാക്കാം. അതും ഈസിയായി. തിരഞ്ഞെടുത്ത മോഡലുകൾക്ക് പലിശരഹിത വായ്പാ സൗകര്യവും ലഭ്യമാണ്. വേഗമാകട്ടെ, തൊട്ടടുത്തുള്ള വേണൂസിന്റെ ഷോറൂം സന്ദർശിച്ചു. ഷോപ്പിങ്ങിലൂടെ ആകർഷകമായ സമ്മാനങ്ങൾ നേടും. വേണൂസ് ഡിജിറ്റൽ ആർക്കേഡ്, ഇനി എല്ലാം ഈസിയായി. ധനകാര്യ മേഖലയിൽ 65 വർഷത്തെ കച്ചവടക്കാരൻ കുറഞ്ഞ പലിശ നിരക്ക് കൂടാതെ പേഴ്സണൽ ലോൺ, കൃഷി, ഇൻഷുറൻസ് തുടങ്ങി ധനകാര്യ മേഖലയിലെ എല്ലാ സേവനങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 92077 ഇപ്പോൾ നേരിട്ട് കേൾക്കാം. കോഴിക്കോട്ട് നിന്നും ചേരുന്നു നാടൻ ബിരിയാണി സ്പെഷ്യലിസ്റ്റ് ഹരിയാരിക്ക. ബിരിയാണിക്കും നെയ്ച്ചോറിനും RKG അഗ്മാർക്ക് നെയ്യ് പെരുത്ത ചോറ്. കോട്ടയത്ത് നിന്നും ചേരുന്നു ഹോട്ടൽ ബേക്കറി റെസ്റ്റോറന്റ് ഉടമ കുഞ്ഞച്ചൻ. അപ്പനായിട്ടുള്ള ബിസിനസ്സാണ്. 30 കൊല്ലമായിട്ട് ഞാൻ എന്റെ ഹോട്ടലിലും ബേക്കറിയിലും റെസ്റ്റോറന്റിലും ഒക്കെ ഉപയോഗിക്കുന്നത് RKG നെയ്യാണ്. RKG നെയ്യ് സംഗതി സൂപ്പറാണ്. തൃശ്ശൂരിൽ നിന്നും ചേരുന്നു പാചക വിദഗ്ധൻ മണിസ്വാമി. RKG നെയ്യ് സൂപ്പറാണ്. RKG പൂജയ്ക്കും പാചകത്തിനും കേൾക്കണം. ரொம்ப பிரமாதம். RKG അഗ്മാർക്ക് നെയ്യ് നിർമ്മാതാക്കൾ RKG തൃശ്ശൂർ ജില്ലയിലെ അംഗീകൃതരാണ്. കൈപ്പള്ളി പുത്തൻപള്ളിയിൽ വെള്ളത്തുമാറി തൃശ്ശൂർ. ഇവിടെ ഒരു KCB സ്റ്റോറിനുണ്ട്. നമുക്ക് അകത്ത് കയറിയിട്ട് എക്സ്പീരിയൻസ് ചെയ്തൊക്കെ എന്തൊക്കെ സംഭവങ്ങളുള്ളത്. ഒരു ഗ്രാം മുതലുള്ള എല്ലാ 916 സ്വർണ്ണാഭരണങ്ങൾക്കും ഡയമണ്ട് ആഭരണങ്ങൾക്കും ഹോൾസെയിൽ പണിക്കൂലി മാത്രം. ആഭരണങ്ങളുടെ പണിക്കൂലിയെക്കുറിച്ച് ആശങ്ക വേണ്ട. കൂടെയുണ്ട് TJM Gold and Diamonds. TJM Gold and Diamonds, പുത്തൻപള്ളിക്ക് പുറകുവശം, പള്ളിക്കുളം റോഡ്, തൃശൂർ.
ആകർഷകമായ നിക്ഷേപ സ്കീമുകളിലൂടെ പരിശുദ്ധ സ്വർണം നേടാൻ നിങ്ങൾക്ക് സുവർണാവസരം. കൊള്ളല കളി ചവിട്ടി ചെയ്തിട്ട് കൊള്ളല ചവിട്ടേണ്ട കാര്യമില്ല. കൊള്ളാം ബോസ്. ഇതെന്താ സംഭവം? എന്തേലും പറഞ്ഞനുസരിക്കും ആള്. ആശാനല്ലേ? ഓ ഓ. എത്ര നേരം വർക്ക് ചെയ്ത്? ഓ ഓക്കെ. വേറെ എന്തെങ്കിലും പട സാധനങ്ങൾ പറയാനുണ്ടോ ആശാന? ആ ആ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ്. ഇത് പഴയത് ലേറ്റസ്റ്റ് അവിടെ ഇലക്ട്രിസിറ്റി കണ്ടുപിടിക്കുന്നത്. ആ സംഭവം ഇത് എംബോട്ട് എന്ന് പറഞ്ഞതിന്റെ പേര്. ആ ഇത് മെയിനായിട്ട് ബേസിക് കോഡിങ്ങിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ട്. ആ
പൈത്തൺ എന്ന പ്രോഗ്രാമിനെ ഓരോ ബ്ലോക്കാക്കി മെഷീൻ ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള ബ്ലോക്കുകൾ ഇങ്ങനെ ഡ്രാഗ് ചെയ്തിടാം. ഓ എന്നിട്ട് നിന്നൊക്കെ ആ ഫംഗ്ഷൻ ചെയ്യും. മൂവ് ഫോർവേഡ് മൂവ് ഫോർവേഡ്, ലെഫ്റ്റ് ലെഫ്റ്റ്. ഓക്കെ. കളറാണെങ്കിൽ ലൈറ്റിൻ്റെ കളറല്ലേ? ഡെലിവറി ബോട്ടാണ്, ഫുഡ് ഡെലിവറി മെയിനായിട്ട്. ഇപ്പോൾ നമ്മൾ ഓരോ സ്ഥലങ്ങൾ ഇപ്പോൾ തൽക്കാലം അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കിച്ചൺ എന്ന് വിചാരിക്കും. കിച്ചണിൽ നിന്ന് ഇപ്പോൾ റെസ്റ്റോറൻറ്റിൽ നേരെ അടുത്തുള്ള ടേബിളിലേക്ക് ആദ്യം പോയി ഓർഡർ എടുക്കുക, അല്ലെങ്കിൽ ഫുഡ് ഡെലിവറി ചെയ്യാം. സ്റ്റാർട്ട് അടിച്ച ഏറ്റവും അടുത്തുള്ള സ്ഥലത്തേക്ക് ആദ്യം പോകും. സെൻസ് ചെയ്ത് വെച്ചിട്ടുണ്ട് 4 സ്ഥലം, സ്ഥലത്തേക്ക് അത് പോവാം. എന്നിട്ട് കസ്റ്റമർ അതിൻ്റെ ഇടയിൽ ആളുണ്ടെങ്കിൽ ഇടിക്കില്ല, സെൻസ് ചെയ്ത് മാറിപ്പോകും. ടേബിൾ ഫോർ ഇവിടെ തന്നെ രണ്ടടിച്ചു മാറിക്കൊണ്ടിരിക്കുമല്ലേ? ഇല്ലല്ല, അതിന്റെ അതിന്റെ സ്പീഡിലെ പോളല്ലേ? സ്പീഡ് കൂട്ടാൻ എത്ര നേരം വർക്ക്? കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്തു. അപ്പൊ എത്ര ടേബിൾ വരെ അസൈൻ ചെയ്യാം? നമ്മൾ കൊടുക്കണ പോലെ അല്ലേ? നമ്മൾ കൊടുക്കണ പോലെ. ഇതിപ്പോ എത്ര വരും സംഭവം ഇറക്കാൻ? എത്ര ലക്ഷം? ഓക്കെ, താങ്ക് യു. ലേസേഴ്സാണ്. നമ്മളൊരു ടെക്സ്റ്റ് ഇവിടെ കൊടുക്കുകയാണെങ്കിൽ ആ ടെക്സ്റ്റ് പ്രിന്റ് ചെയ്ത് കാണിച്ചത് ചെയ്തോണ്ടിരിക്കണോ? ചെയ്തുകൊണ്ടിരിക്കുന്നത് ഗ്ലാസ് വെച്ച് ടെക്സ്റ്റ് ആണെങ്കിൽ ടെക്സ്റ്റ് കൊടുക്കാം, ഇമേജസ് ആണെങ്കിൽ ഇമേജസ് കൊടുക്കാം. ഓക്കെ ഓക്കെ ഓക്കെ. ഇതെന്താ പ്രശ്നം? ഫുഡ് ഡെലിവറി ആണോ? ഇത് ഒബ്സർവിംഗ് പ്രോഗ്രാം. ഇപ്പം വർക്ക് ചെയ്യുന്നതിൻ്റെ മേളിൽ വൈറ്റ് സ്ക്വയറാണ്, അത് ഡിറ്റക്ട് ചെയ്തിട്ടാണ് ട്രാവലിംഗ് ആണ്. ഓ ഓ, അതുകൊണ്ട് എന്താ യൂസ് എന്താ? അല്ല, ഇതിന്റെ യൂസ് എന്താ? നമുക്ക് ഇപ്പം സെർവിങ്ങിന് വേണ്ടിയിട്ട് എവിടെ ഹോട്ടലിലൊക്കെ സെർവിങ്ങിന് വേണ്ടി ഉപയോഗിക്കാം. അതാണ് ഇതിൻ്റെ മെയിൻ പർപ്പസ്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻഡസ്ട്രിയൽ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്നത്. മറ്റേ വണ്ടി പെയിന്റിങ് ചെയ്യാനും അസംബിൾ ചെയ്യാനെല്ലാം ഉപയോഗിക്കുന്ന റോബോട്ടാണ്. ഇതിൻ്റെ കോഡ് കാര്യങ്ങൾ നമ്മൾ ലാബിൽ തെറ്റ് വെച്ചിട്ടുണ്ട്, അതനുസരിച്ച് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സെൻസർ ഉണ്ട്, സെൻസർ ആ ക്യൂബ് വന്ന് കൊടുക്കുമ്പോൾ സെൻസർ ഡിറ്റക്ട് ചെയ്യുന്നു. അവിടുന്ന് ആം എടുത്ത് അതിനെ ബെൽറ്റിലേക്ക് വരുന്നു. ആ ബെൽറ്റിന് നമ്മൾ ടൈമിംഗ് അനുസരിച്ച് കറങ്ങി അടുത്ത് കറക്റ്റ് അല്ലെങ്കിൽ സക്ക് ചെയ്യണം. അതിപ്പോൾ സൈഡിൽ ചെറിയ ലീക്ക് ഉണ്ട്, അതുകൊണ്ടാണ് സക്ക് ചെയ്യുന്നത്. സക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് സൈഡിലേക്ക് ഇടുന്നു. അവിടുന്ന് അടുത്ത ബോട്ട് എടുത്ത് അതിനെ അടുത്ത ബെൽറ്റിലേക്ക് അവിടുന്ന് ഇത് ഇങ്ങനെ സർക്കിൾ ചെയ്തു. അതിൻ്റെ പേര് ബോട്ട് എന്നാണ്. ഇതിൻ്റെ മെയിനായിട്ട് ഇൻഡസ്ട്രിയൽ പർപ്പസാണ്. ആ വീഡിയോ ഉണ്ട്, അതാണ് അതിൻ്റെ മെയിൻ മിഷൻ. ഇത് അതിൻ്റെ ചെറിയൊരു പ്രശ്നമാണ് നമ്മൾ കാണിക്കാൻ വേണ്ടി വെച്ചാൽ. അതിൻ്റെ ജോലി എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇത് സെക്കൻഡ് പൊസിഷനാണ് നമ്മൾ കോഴ്സ് കൊടുത്തേക്കുന്നത്. സെക്കൻഡ് പൊസിഷനാണ് കോഴ്സ് കൊടുത്തേക്കുന്നത്. അപ്പോൾ സെക്കൻഡ് പൊസിഷനിലേക്ക് വരുമ്പോൾ ഇപ്പോൾ കട്ടയിരിക്കുന്നത് വെച്ചാൽ അവിടെ ക്ലോസ് ആവും. മൂന്നാമത്തെ സ്ഥലത്ത് ഓപ്പൺ, അതായത് മൂന്നാമത്തെ സ്ഥലത്ത് അതിനെ ഇറക്കണം. സെക്കൻഡ് പൊസിഷനിൽ നിന്ന് മൂന്നാമത്തെ സ്ഥലത്ത് ഓപ്പൺ ആവും. ഇത് നമുക്ക് ഇതിൻ്റെ ആംഗിളും കാര്യങ്ങളൊക്കെ മാറ്റാം. ഇപ്പോൾ ഇച്ചിരി പൊന്തിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ ജയപ്രസാദ് മൂവി പോയിന്റ് സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇതാണ്. ഇതിലേക്ക് വന്നിട്ട് അത് ഇങ്ങോട്ട് വരും. ഇവിടെയാണ് പ്രൊഡക്റ്റ് ചെയ്യണമെങ്കിൽ ഇത് വന്ന് ഇതിന് സക്ക് ചെയ്ത് എടുക്കും. സക്ക് ചെയ്ത് എടുത്ത് കൊണ്ടുപോയി അടുത്ത സ്ഥലത്ത് ഇവിടെയാണ് ബോക്സിലേക്ക് കിച്ചണിൽ ഫുള്ള് ഇലക്ട്രിസിറ്റിയുടെ കളിയാണ്.
വേണ്ട എനിക്ക് കുറച്ചാളും കൂടെ സമാധാനമായിട്ട്. I have many delicious food. Help yourself, please. ഇതൊക്കെ ഇതിൽ പ്രിന്റ് ചെയ്തെടുത്താണോ? പ്ലാസ്റ്റിക്കാണ്, പക്ഷേ ഇത് കുരുക്കി ഇവിടെ നിന്ന് ഇവിടെ 700 ഡിഗ്രി സെൽഷ്യസ് ഉണ്ടാവും. ഇവിടെ വർക്ക് ചെയ്തോണ്ടിരിക്കണോ അത്? കഴിഞ്ഞ പണി ഓ മെല്ലെ മെല്ലെ ഉണ്ടാക്കി വരുള്ളൂ. ഇത്രയും ചെറിയ നൂലാണ്. നൂലല്ല, ഇങ്ങനത്തെ മെറ്റീരിയൽ ഒരുക്കണ്ട്. അവിടെ ഇവിടെ 200 ഡിഗ്രി സെൽഷ്യസ് ഉണ്ട് ഒരുങ്ങാൻ വേണ്ടി. അത് ഒരുക്കണ്ട്. നമ്മൾ ഇതിലാണെങ്കിൽ എത്ര നീളത്തിൽ വേണമെങ്കിൽ നമുക്ക് പ്രിന്റ് ചെയ്യാൻ പറ്റും. എത്ര വലിയ സാധനം അത് ആ മൂന്നിനും ഫിക്സഡ് ഹൈറ്റ് ഉണ്ട്. അതെന്ന് പറയുന്നത് ചോക്ലേറ്റ് ഉണ്ടാക്കുന്നതൊക്കെ. അതുകൊണ്ട് എന്താ യൂസ്? നമുക്ക് ഓരോ കടയിലേക്ക് ഇഷ്ടം ഡിസൈൻ ചെയ്യണം. ഡെമോ സെറ്റ് ചെയ്യാൻ പറ്റില്ല, ഓഫ് ചെയ്തിട്ടൊക്കെ. അല്ല സെറ്റ് എത്ര തണവ് വേണമെന്നുണ്ട്. താങ്ക്സ്. മണ്ണിൽ അലിഞ്ഞു പോണ സാധനങ്ങൾ. ഇത് പ്ലാസ്റ്റിക് തന്നെയാണോ? അപ്പോ പ്ലാസ്റ്റിക് ആണ്, പക്ഷെ മണ്ണിലലിയും. ഒരിക്കലും ഇതൊന്നും ഒരിക്കാൻ മണം വരില്ല. നല്ലതാണ്. പ്ലാസ്റ്റിക് ഇത് യൂസ് ചെയ്താൽ നല്ലത്. സ്മാർട്ട് ഫോൺ സെറ്റ് ചെയ്തേക്കാനാണ് അലക്സയൊക്കെ വെച്ചിട്ട്. കൊണ്ടെടുത്തോ. വിശ്വാസത്തിന്റെ പര്യായമായി സാധാരണക്കാരുടെ ആത്മസാധ്യമായി
സ്വപ്നങ്ങളും താല്പര്യങ്ങളും അടുത്തറിഞ്ഞ് വ്യത്യസ്താഭിരുചികളെ തൃപ്തിപ്പെടുത്തുന്ന വൈവിധ്യമാർന്ന ആഭരണ മോഡലുകളും ഡിസൈനുകളും വേളയിൽ നവവധുവിന്റെ സങ്കല്പത്തിന് തണിയാനുള്ള ചേർത്തരങ്ങളായ ആകാശം പോലെ ആകാശം മാത്രം. ST ജ്വല്ലറിയിലെ ആഭരണങ്ങൾക്ക് പകരം വെക്കാൻ മറ്റൊന്നില്ല. പാരമ്പര്യവും നവീനതയും ഒത്തുചേരുന്ന ആഭരണ ഭാവനകളുടെ അനുപമ ശേഖരത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നിർമ്മല സ്നേഹത്തിന്റെ നിത്യോപഹാരമാണ് പൊന്നാഭരണങ്ങളുടെ രാജധാനി ST ജ്വല്ലറി മാനുഫാക്ചറേഴ്സ്, ഗോസാലക്കുളം, തൃശൂർ. കല്യാണ